ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് PSC ബുള്ളറ്റിൽ തന്നിട്ടുള്ള കെമിസ്ട്രി ഭാഗമാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞുപോയ എക്സാമിലെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അവർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആറ്റത്തിലെ ചലിക്കുന്ന ഭാഗം ഇലക്ട്രോൺ. ആറ്റത്തിലെ ചലിക്കുന്ന ഭാഗം ഏതാണ്? ഇലക്ട്രോൺ ആണ് ചലിക്കുന്ന ഭാഗം. ഓക്കെ, ഷെല്ലിൽ ഇരുന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഓക്കെ, ഇലക്ട്രോൺ ബാങ്ക് എന്നറിയപ്പെടുന്നത് എന്താണ്? ഭൂമിയാണ്. ഇലക്ട്രോൺ കൈമാറ്റത്തിലൂടെ രൂപപ്പെടുന്ന രാസബന്ധനമാണ് അയോണിക ബന്ധനം. ഇലക്ട്രോൺ കൈമാറ്റത്തിലൂടെ രൂപപ്പെടുന്ന രാസബന്ധനമാണ് അയോണിക ബന്ധനം. ഏറ്റവും വലിയ ലോഹ ആറ്റമാണ് ഫ്രാൻസിയം. ഏറ്റവും വലിയ ലോഹ ആറ്റം ഏതാണ്? ഫ്രാൻസിയം. ഒരു മൂലകത്തിന്റെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിക്കാനുള്ള കഴിവ് ഏത് പേരിൽ അറിയപ്പെടുന്നു? സംയോജിക്കാനുള്ള കഴിവ് കാറ്റിനേഷൻ. പരസ്പരം സംയോജിക്കാനുള്ള കഴിവ്. ഓക്കെ, നെക്സ്റ്റ് വേർഡ് നോക്കിക്കേ. ന്യൂക്ലിയർ ഫിഷനിൽ ആറ്റത്തെ വിഘടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അറ്റോമിക കണമേത്? ന്യൂട്രോൺ ആണ്. ന്യൂക്ലിയർ ഫിഷനിൽ ആറ്റത്തെ വിഘടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അറ്റോമിക കണമേതാണ്? ന്യൂട്രോൺ ആണ്. പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം. ഇത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ജോൺ ഡാൾട്ടൺ. ഓക്കെ, ആറ്റം ഡാൾട്ടൺ അങ്ങനെ അങ്ങ് കണക്ട് ചെയ്തോണേ. ഓക്കെ, അറ്റോമിക സംഖ്യ എന്ന് പറഞ്ഞാൽ അത് ആറ്റത്തിന്റെ ന്യൂക്ലിയസിലുള്ള എന്തിന്റെ എണ്ണമാണ്? അറ്റോമിക സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റോമിക സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആറ്റത്തിന്റെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ്. എന്താണ്? പ്രോട്ടോണുകളുടെ എണ്ണമാണ് അറ്റോമിക സംഖ്യ എന്നത് പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ആറ്റത്തിന്റെ ഭാരം അളക്കുന്ന യൂണിറ്റായ AMU പ്രസ്താവിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? കാർബൺ 12 ആണ്. കാർബൺ 12. അറ്റോമിക ഭാരം അളക്കുന്ന യൂണിറ്റായ AMU അറ്റോമിക് മാസ് യൂണിറ്റ് പ്രസ്താവിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? കാർബൺ 12 ആണ്. ഓക്കെ, ആറ്റത്തിന്റെ വലിപ്പം ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഫ്രാൻസിയം. എന്താണ്? ആറ്റത്തിന്റെ വലിപ്പം ഏറ്റവും കൂടിയ മൂലകം. നമ്മൾ ഫ്രാൻസിയത്തെ കുറിച്ച് ഓൾറെഡി ഒരു പോയിന്റ് പഠിച്ചിട്ടുള്ളതാണ്. ഏറ്റവും വലിയ ലോഹ ആറ്റമാണ് ഫ്രാൻസിയം. ആറ്റത്തിന്റെ വലിപ്പം ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഫ്രാൻസിയമാണ്. ആറ്റത്തിന്റെ വലിപ്പം കൂടുതലാണ്. പിന്നെന്താണ് പറയുന്നത്? ഏറ്റവും വലിയ ലോഹ ആറ്റവുമാണ്. ഓക്കെ, ആറ്റത്തിലെ ഋണ ചാർജുള്ള കണം. ഋണം എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ്. ആറ്റത്തിലെ ഋണ ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. നെഗറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജ് ആർക്കാണ്? പ്രോട്ടോണിനാണ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ്. കാർബൺ ആറ്റത്തിന്റെ സംയോജകത എത്രയാണ്? 4 ആണ്. ഓക്കെ, കാർബൺ ആറ്റത്തിന്റെ സംയോജകത വിട്ടുകൊടുക്കാനോ സ്വീകരിക്കാനോ കഴിയുന്നത് എത്ര എണ്ണത്തിനെയാണ്? 4 എണ്ണത്തിന് മാത്രമാണ്. സാധാരണ സഹസംയോജക ബന്ധമാണ് അവർ കാഴ്ചവെക്കുന്നത്. ഓക്കെ, സ്വതന്ത്രമായും സ്ഥിരമായും നിലനിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണമാണ് തന്മാത്ര. സ്വതന്ത്രമായും സ്ഥിരമായും നിലനിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണമാണ് തന്മാത്ര. ആറ്റം എന്താണ്? ഒരു മൂലകത്തിന്റെ എല്ലാ ഗുണങ്ങളുമുള്ള അതിന്റെ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഓക്കെ, മാറിപ്പോവരുത്. സ്ഥിരതയുള്ള മൂലകങ്ങളിൽ ഏറ്റവും വലുപ്പം കൂടിയ ആറ്റമുള്ളത് സീസിയം. സ്ഥിരതയുള്ള മൂലകങ്ങളിൽ ഏറ്റവും വലുപ്പം കൂടിയ ആറ്റമുള്ളത് സീസിയത്തിനാണ്. ഓക്കെ, ഫോസ്ഫറസിന്റെ ഒരു തന്മാത്രയിൽ എത്ര ആറ്റങ്ങളുണ്ട്? ഫോസ്ഫറസിന്റെ 4 ആറ്റങ്ങളാണുള്ളത്. ഓക്കെ, നെക്സ്റ്റ്. ഒരു ആറ്റത്തിന്റെ ബാഹ്യതമ ഷെല്ലിലെ ഏറ്റവും ദുർബലമായി ബന്ധിപ്പിക്കപ്പെട്ട ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ ആവശ്യമായ ഊർജം ഏതാണ്? അയോണീകരണ ഊർജമാണ്. ഓക്കെ, അപ്പോൾ ഇത് നിർബന്ധമായിട്ടും പഠിക്കണം. കാരണം സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്നാൽ നമുക്ക്
മനസ്സിലാവണം. ഒരു ആറ്റത്തിന്റെ ബാഹ്യതമ ഷെല്ലിലെ ഏറ്റവും ദുർബലമായി ബന്ധിപ്പിക്കപ്പെട്ട ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ ആവശ്യമായ ഊർജ്ജമാണ് അയോണീകരണ ഊർജ്ജം. ഒരു ആറ്റം വൈദ്യുതപരമായി നിർവീര്യമായിരിക്കാൻ കാരണം പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായതിനാൽ. പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായതിനാലാണ്. ഓക്കെ, എന്താ പറയുന്നത്? ഒരു ആറ്റം വൈദ്യുതപരമായി നിർവീര്യമായിരിക്കാൻ കാരണം എന്താണ്? പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായതിനാൽ. വിഭജിക്കാൻ കഴിയാത്തത് എന്ന അർത്ഥത്തിൽ അറ്റോമോസ് എന്ന പദം ആവിഷ്കരിച്ചത് ഡെമോക്രിറ്റസ് ആണ്. വിഭജിക്കാൻ കഴിയാത്തത് ആരാണ്? അറ്റോമോസ് എന്നാണ്. ആരാണ്? ഡെമോക്രിറ്റസ്. ഒരു ആറ്റത്തിൽ എണ്ണത്തിൽ തുല്യമായ കണങ്ങൾ ഏതെല്ലാം? ഒരു ആറ്റത്തിൽ എണ്ണത്തിൽ തുല്യമായത് ഏതൊക്കെയാണ്? പ്രോട്ടോണും ഇലക്ട്രോണുമാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിലേക്ക് നോക്കാം. മിന്നലിൽ ദ്രവ്യം കാണുന്ന അവസ്ഥ. മിന്നലിൽ ദ്രവ്യം കാണുന്നത് ഏതവസ്ഥയിലാണ്? പ്ലാസ്മ സ്റ്റേജിലാണ്. ഓക്കെ, ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്നത്? ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയിലാണ് തന്മാത്രകൾ ക്രമരഹിതമായി കാണപ്പെടുന്നത്? പ്ലാസ്മ സ്റ്റേജിലാണ്. ഓക്കെ, നിശ്ചിത ആകൃതി ഇല്ലാത്തതും എന്നാൽ നിശ്ചിത വ്യാപ്തം ഉള്ളതുമായ ദ്രവ്യത്തിന്റെ അവസ്ഥ ഏതാണ്? ദ്രാവകമാണ്. ആകൃതിയില്ല, എന്നാൽ നിശ്ചിത എന്തുണ്ട്? വ്യാപ്തമുണ്ട്. ഓക്കെ, നമ്മൾ എന്തിലാണോ ദ്രാവകത്തെ ആക്കി വെക്കുന്നത് ആ ആകൃതിയാണത് ഫോം ചെയ്യുന്നത്. ഓക്കെ, പദാർത്ഥത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ഏതാണ്? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഐൻസ്റ്റീൻ ആണ് കണ്ടെത്തിയത്. അതാണ് അദ്ദേഹത്തിന്റെ പേരിനോട് സാമ്യമുള്ളത്. ഓക്കെ, അപ്പോൾ ആറാമത്തെ അവസ്ഥ ഏതാണ്? ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണ്. ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഓക്കെ, പദാർത്ഥത്തിന്റെ ഏഴാമത്തെ അവസ്ഥ ഏതാണ്? സൂപ്പർ കൂൾഡ് ഫെർമി ഗ്യാസ്. ഓക്കെ, സൂപ്പർ കൂൾഡ് ഫെർമി ഗ്യാസ്. ഓക്കെ, ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം ഹിഗ്സ് ബോസോൺ ആണ്. അതിദ്രവത്വം കാണിക്കുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥ. അതിദ്രവത്വം കാണിക്കുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥ ഏതാണ്? ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണ്. ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ആറ്റം സിദ്ധാന്തം ജോൺ ഡാൾട്ടൺ അവതരിപ്പിച്ച പുസ്തകം. എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി. ജോൺ ഡാൾട്ടൺ അവതരിപ്പിച്ച പുസ്തകമാണ്. എന്തിനെക്കുറിച്ചാണ്? ആറ്റം സിദ്ധാന്തം. ഓക്കെ, സൂര്യനിൽ പദാർത്ഥം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ. ഏതവസ്ഥയിലാണ്? പ്ലാസ്മ സ്റ്റേജിലാണ്. വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ. പ്ലാസ്മ. വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ. പ്ലാസ്മ. ദൈവഗണം എന്നറിയപ്പെടുന്നത് ഹിഗ്സ് ബോസോൺ ആണ്. ദൈവഗണം. ഓക്കെ, താപനില കേവല 0 ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്. ഏതാണ്? താപനില കേവല 0 ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്. ഒരേ സമയം വൈദ്യുത ചാലകമായും വൈദ്യുതരോധിയായും അവതരിക്കാൻ കഴിയുന്ന ദ്രവ്യ രൂപമാണ് ജാൻ ടെല്ലർ മെറ്റൽ. ഒരേ സമയം വൈദ്യുതചാലകമായും വൈദ്യുതരോധിയായും അവതരിക്കാൻ കഴിയുന്ന ദ്രവ്യരൂപം. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും പറയുന്ന പേര് ദ്രവ്യമെന്നാണ്. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും പറയുന്ന പേര് ദ്രവ്യമെന്നാണ്. ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും അപൂർവമായുള്ള വാതകം റെഡോൺ ആണ്. ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും അപൂർവമായി ഉള്ള വാതകം റെഡോൺ ആണ്. മീഥെയ്ൻ ആദ്യമായി നിർമ്മിച്ചത് ആരാണ്? അലക്സാൻഡ്രോ വോൾട്ട. ഏറ്റവും ഭാരം കൂടിയ കൃത്രിമ വാതക മൂലകം. ഏറ്റവും ഭാരം കൂടിയത് ഓഗനസോൺ ആണ്.
ഏറ്റവും ഭാരം കൂടിയ കൃത്രിമ വാതക മൂലകം ഓഗനസോൺ ആണ്. സംഖ്യ 118 ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന ഉത്കൃഷ്ട വാതകമാണ് റെഡോൺ. ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന ഉത്കൃഷ്ട വാതകമാണ് റെഡോൺ. ഏത് വാതകത്തിന്റെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉൽപാദനമാണ് ബ്രിൻ പ്രക്രിയയിലൂടെ നടക്കുന്നത്? ഏത് വാതകത്തിന്റെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉൽപാദനമാണ് ബ്രിൻ പ്രക്രിയയിലൂടെ നടക്കുന്നത്? ഏതാണ്? ഓക്സിജൻ ആണ്. ഓക്സിജൻ. നൈട്രജൻ വാതകത്തിന്റെ ക്രിട്ടിക്കൽ താപനില 126.4 കെൽവിൻ ആണ്. 126.4 കെൽവിൻ ആണ് നൈട്രജൻ വാതകത്തിന്റെ ക്രിട്ടിക്കൽ താപനില. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ പുറത്തുവരുന്ന വാതകം ഓക്സിജൻ ആണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഓക്കെ, ഓർത്തു വെക്കണേ. ചൂടാക്കുമ്പോൾ പുറത്തുവരുന്ന വാതകം ഓക്സിജൻ ആണ്. പ്രകൃതിവാതകത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ മീഥേൻ, ഈഥേൻ, പ്രൊപ്പേൻ, ബ്യൂട്ടേൻ. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. പ്രകൃതിവാതകത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ മീഥേൻ, ഈഥേൻ, പ്രൊപ്പേൻ, ബ്യൂട്ടേൻ. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ക്രമത്തിൽ തന്നെ പഠിച്ചിട്ടുള്ളത് അല്ലേ? മീഥേൻ, ഈഥേൻ, പ്രൊപ്പേൻ, ബ്യൂട്ടേൻ. പ്രാണവായു എന്നറിയപ്പെടുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. നമുക്ക് ശ്വസിക്കാൻ എന്താ വേണം? ഓക്സിജൻ വേണം. ഓക്കെ, പ്രാണവായു എന്നറിയപ്പെടുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള നിഷ്ക്രിയ വാതകം ആർഗൺ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള നിഷ്ക്രിയ വാതകം ആർഗൺ ആണ്. അലസവാതകങ്ങളുടെ സംയോജകത 0 എന്തുകൊണ്ടാണ്? അവരുടെ അഷ്ടകം പൂർത്തിയാക്കിയിരിക്കുകയാണ് അല്ലേ? അവരുടെ വാലൻസി 0 ആണ്. അവർക്ക് കൊടുക്കാനുമില്ല, വാങ്ങിക്കാനുമില്ല. അമോണിയ വാതകത്തിന്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന റിയേജന്റ് നെസ്ലേഴ്സ് റിയേജന്റ് ആണ്. നെസ്ലേഴ്സ്. അമോണിയ വാതകത്തിന്റെ സാന്നിധ്യം അറിയാൻ ആവർത്തന പട്ടികയിലെ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ് ഏതാണ്? അവരെവിടെയാണ്? ഏത് ബ്ലോക്കിലാണ്? പി ബ്ലോക്കിലാണ്. പി ബ്ലോക്ക്. 13 മുതൽ 18 വരെയുള്ളവര് ഏത് ബ്ലോക്കിലാണ്? പി ബ്ലോക്കിലാണ്. രാത്രി സമയങ്ങളിൽ സസ്യങ്ങൾ അകത്തേക്ക് എടുക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. ഓക്സിജൻ. രാത്രി സമയങ്ങളിൽ സസ്യങ്ങൾ അകത്തേക്ക് എടുക്കുന്ന വാതകം ഓക്സിജൻ ആണ്. ഓക്കെ, ഒരു മോൾ വാതകത്തിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണമാണ് അവഗാഡ്രോ നമ്പർ. ഒരു മോൾ വാതകത്തിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണമാണ് അവഗാഡ്രോ നമ്പർ. ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രക്രിയയാണ് സബ്ലിമേഷൻ. ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രക്രിയയാണ് സബ്ലിമേഷൻ. ഉത്പാദനം. അതിന് ഉദാഹരണം ഏതാണ്? നാഫ്തലീനൊക്കെ. ഓക്കെ, പാചകവാതകത്തിലെ പ്രധാന ഘടകം ബ്യൂട്ടേൻ ആണ്. പാചകവാതകത്തിലെ പ്രധാന ഘടകം ഏതാണ്? ബ്യൂട്ടേൻ ആണ്. സിഗരറ്റ് ലൈറ്റുകളിൽ ഉപയോഗിക്കുന്ന വാതകം ബ്യൂട്ടേൻ ആണ്. സിഗരറ്റ് ലൈറ്റുകളിൽ. ഹരിതഗൃഹ വാതക പ്രവാഹത്തെക്കുറിച്ച് സൂചിപ്പിച്ച ഗവേഷകൻ ജോസഫ് മൂറിയർ ആണ്. ഹരിതഗൃഹ വാതക പ്രഭാവത്തെക്കുറിച്ച് ആദ്യമായി സൂചിപ്പിച്ച ഗവേഷകൻ ജോസഫ് മൂറിയർ ആണ്. ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകങ്ങൾ പ്രൊപ്പേനും ബ്യൂട്ടേനുമാണ്. പ്രൊപ്പേൻ, ബ്യൂട്ടേൻ. ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ. ഓക്കെ, ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ വാതകങ്ങളിലെ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞൻ യൂഗൻ ഗോൾഡ്സ്റ്റീൻ ആണ്. യൂഗൻ ഗോൾഡ്സ്റ്റീൻ. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തിലൂടെ വാതകങ്ങളിലെ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത് ആരാണ്? യൂഗൻ ഗോൾഡ്സ്റ്റീൻ ആണ്. PVC കത്തുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന വിഷവാതകം ഡയോക്സിൻ ആണ്. PVC പൈപ്പില്ലേ? PVC കത്തുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന വിഷവാതകം ഡയോക്സിൻ ആണ്. ഓക്കെ, നെക്സ്റ്റ്. ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന വളം അറിയപ്പെടുന്നത് സ്ലറി. ഇത് ഈ സെന്റൻസ് ആയിട്ട് തന്നെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്, പാഠപുസ്തകത്തിൽ. ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന വളം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സ്ലറി. അലസവാതകങ്ങളുടെ ഇലക്ട്രോൺ അഫിനിറ്റി എത്രയാണ്? 0 ആണ്. അലസവാതകങ്ങൾ, ഉത്കൃഷ്ടവാതകങ്ങൾ. അമോണിയ വാതകം കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്റ്റ്ലി ആണ്. ഓക്കെ, ആസിഡ് മഴയ്ക്ക് കാരണമായ പ്രധാന വാതകം ഏതാണ്?
സൾഫർ ഡൈ ഓക്സൈഡ് ആണ്, സൾഫർ ഡൈ ഓക്സൈഡ്. ഇന്ധനങ്ങൾ അപൂർണമായി ജ്വലിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? കാർബൺ മോണോക്സൈഡ് ആണ്. കാർബൺ മോണോക്സൈഡ്. ഇന്ധനങ്ങൾ അപൂർണമായി ജ്വലിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന വാതകം കാർബൺ മോണോക്സൈഡ് ആണ്. റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഫ്രിയോൺ ആണ്. ഫ്രിയോൺ. ഊതി വീർപ്പിച്ച ഒരു ബലൂൺ അല്പസമയം വെയിലത്തു വെച്ചാൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏത്? ചാൾസ് നിയമം. ഇതും പാഠപുസ്തകത്തിലുണ്ട്. പാഠപുസ്തകത്തിലെ പോയിന്റുകളാണല്ലോ പരീക്ഷയ്ക്ക് വേണ്ടത്. അപ്പോൾ ഇതൊക്കെ നിർബന്ധമായും പഠിച്ചു നോക്കുക. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഊതി വീർപ്പിച്ച ഒരു ബലൂൺ അല്പസമയം വെയിലത്ത് വെച്ചാൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏത്? ചാൾസ് നിയമം. ഏത് വാതകത്തെ ഉന്നത മർദ്ദത്തിൽ ദ്രവീകരിച്ചാണ് LPG ഉൽപ്പാദിപ്പിക്കുന്നത്? LPG, നമ്മുടെ പാചകവാതകം അല്ലേ? LPG ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് വാതകത്തെ ഉന്നത മർദ്ദത്തിൽ, കേട്ടോ, നല്ല മർദ്ദം കൊടുത്ത് അതിനെ ദ്രവീകരിച്ചെടുക്കുകയാണ്. വാതകമല്ലേ, അതിനെ ദ്രവീകരിച്ചാണ് നമ്മുടെ വീട്ടിൽ കാണുന്ന സാധനം ആയിട്ടിരിക്കുന്നത്. ബ്യൂട്ടെയിൻ. ഓക്കെ. ഒരു കുളത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലിപ്പം ക്രമേണ കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം കണ്ടോ? ബോയിൽ നിയമമാണ്. നമ്മളിത് പഠിക്കുന്നുണ്ട്. ഓക്കെ. ഇതൊക്കെ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട പോയിന്റുകളാണ്. ഒരു കുളത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലിപ്പം ക്രമേണ കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം. താഴെ എന്താണ്? മർദ്ദം കൂടുതലാണ് അല്ലേ? അപ്പോൾ വാതക കുമിള എന്താണ്? മുകളിലേക്ക് വരുമ്പം അതിൻ്റെ വലിപ്പം കൂടി കൂടി വരുന്നു. ഓക്കെ. അപ്പോൾ അത് ഏത് വാതക നിയമത്തിൻ്റെ അടിസ്ഥാനമാണ്? ബോയിൽ നിയമം. ഒരു കുളത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലിപ്പം ക്രമേണ കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ബോയിൽ നിയമം. ഓക്കെ. ചിരിപ്പിക്കുന്ന വാതകം, ലാഫിംഗ് ഗ്യാസ്. ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ് ആണ്. നൈട്രസ് ഓക്സൈഡ്. നൈട്രസ് ഓക്സൈഡ്. ചീഞ്ഞ മത്സ്യത്തിന്റെ ഗന്ധമുള്ള വാതകം. ചീഞ്ഞ മത്സ്യത്തിന്റെ ഗന്ധമുള്ള വാതകം ഏതാണ്? ഫോസ്ഫൈൻ ആണ്. ഫോസ്ഫൈൻ. ബോയിൽ നിയമം പ്രതിപാദിക്കുന്നത് ഏതൊക്കെ തമ്മിലുള്ള ബന്ധമാണ്? വ്യാപ്തവും മർദ്ദവും. ബോയിൽ നിയമം പ്രതിപാദിക്കുന്നത് ഏതൊക്കെ തമ്മിലുള്ള ബന്ധമാണ്? വ്യാപ്തവും മർദ്ദവും. ഓക്കെ. ഒരു ആറ്റത്തിന് മറ്റ് ആറ്റങ്ങളുമായി സംയോജിക്കാനുള്ള കഴിവ് ഏത് പേരിൽ അറിയപ്പെടുന്നു? സംയോജകത. ഒരു ആറ്റത്തിന് മറ്റ് ആറ്റങ്ങളുമായി സംയോജിക്കാനുള്ള കഴിവ് ഏത് പേരിൽ അറിയപ്പെടുന്നു? സംയോജകത. അതായത് അതിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ്. സംക്രമണ മൂലകങ്ങൾ ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു? സംക്രമണ മൂലകങ്ങൾ D ബ്ലോക്കിൽ. വേനൽക്കാലങ്ങളിൽ സോഡ നിറച്ച ബോട്ടിലുകൾ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം. വേനൽക്കാലത്ത് സോഡ നിറച്ച ബോട്ടിലുകൾ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട നിയമം ഏതാണ്? ചാൾസ് നിയമമാണ്. 1870 പ്രസിദ്ധീകരിച്ച ഏത് ശാസ്ത്രജ്ഞൻ തയ്യാറാക്കിയ ആവർത്തന പട്ടികയ്ക്കാണ് മെൻഡലീവിന്റെ ആവർത്തന പട്ടികയ്ക്ക് മുമ്പേ തയ്യാറാക്കിയതായിട്ടും ശാസ്ത്രലോകത്തിന്റെ അംഗീകാരം ലഭിക്കാതെ പോയത്? ആരാണ്? ലോതർ മേയർ. ആവർത്തന പട്ടികയിൽ കുറുകെയുള്ള കോളങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? പീരീഡുകൾ എന്നാണ്. പീരീഡുകൾ എത്രണ്ണം ഉണ്ട്? 7 എണ്ണമാണുള്ളത്. ഒരു പീരീഡിൽ ഇടതുനിന്ന് വലതേക്ക് വരുന്തോറും ലോഹസ്വഭാവത്തിന് എന്ത് വ്യത്യാസം വരുന്നു? ലോഹസ്വഭാവം എന്ത് ചെയ്യുന്നു? ലോഹസ്വഭാവം കുറയുകയാണ് ഇടതുനിന്ന് വലതേക്ക് പോകുമ്പോൾ. ഓക്കെ. പീരീഡിൽ ഇടതുനിന്ന് വലതേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ലോഹസ്വഭാവം കുറയുന്നു. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ലോഹസ്വഭാവത്തിന് എന്ത് വ്യത്യാസം വരുന്നു? ലോഹസ്വഭാവം കൂടുന്നു. മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ലോഹസ്വഭാവം കൂടുന്നു. അതുപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക, മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ, ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ലോഹസ്വഭാവം കൂടുന്നു. അതോടൊപ്പം തന്നെ ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു, ഷെല്ലുകളുടെ വലിപ്പം കൂടുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നു. ഇലക്ട്രോപോസിറ്റിവിറ്റി കൂടുതലായിരിക്കും. എന്നാൽ പീരീഡിൽ ഇടതുനിന്ന് വലതേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അലോഹസ്വഭാവം കൂടുന്നു, ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നു, ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുന്നു. ന്യൂക്ലിയസ് ഇലക്ട്രോണുകളെ അതിൻ്റെ സെൻറ്ററിലേക്ക് ആകർഷിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ. മെൻഡലീവ് ആവർത്തന പട്ടിക ആവിഷ്കരിച്ച വർഷം ഏതാണ്? മെൻഡലീവ് ആവർത്തന പട്ടിക ആവിഷ്കരിച്ചത് 1869 മോസ്ലി ആധുനിക ആവർത്തന പട്ടിക ആവിഷ്കരിച്ചതെന്നാണ് 1919.
ആവർത്തന പട്ടികയിലെ 101ാമത്തെ മൂലകം 101ാമത്തെ മൂലകം ഏതാണ്? മെൻഡലേവിയമാണ്. മെൻഡലേവിയം 101ാമത്തെ. 1866 ന്യൂലാൻഡ്സ് എന്ന ശാസ്ത്രജ്ഞൻ അന്ന് അറിയപ്പെടുന്ന 56 മൂലകങ്ങളെ, ആരാണ്? ന്യൂലാൻഡ്സ് 1866 56 മൂലകങ്ങളെ ക്രമമായി എഴുതിയപ്പോൾ 8ാമത് വരുന്ന മൂലകം ആദ്യത്തേതിൻ്റെ ഗുണം കാണിക്കുന്നുണ്ട്. 8ാമത് വരുന്ന മൂലകം എന്ത് ചെയ്യുകയാണ്? ആദ്യത്തെ മൂലകത്തിൻ്റെ ആവർത്തനമാണെന്ന് അദ്ദേഹം കണ്ടെത്തി. ഈ നിയമം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അഷ്ടക നിയമം. ഓക്കെ. അന്താരാഷ്ട്ര ആവർത്തന പട്ടിക ദിനമായി ആചരിച്ചത് ഏത് വർഷമാണ്? 2019. അന്താരാഷ്ട്ര ആവർത്തന പട്ടിക ദിനമായി ആചരിച്ചത് 2019. പ്രധാനപ്പെട്ട പോയിന്റാണ്. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റുകൾ നോക്കാം. മൂലകങ്ങളെ ഒരേ സ്വഭാവമുള്ള 3 മൂലകങ്ങൾ അടങ്ങിയ ചെറിയ ഗ്രൂപ്പുകളായി ത്രികങ്ങളായി വേർതിരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഡൊബറൈനർ ആണ്. ഡൊബറൈനർ. ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവായ ദിമിത്രി മെൻഡലീഫ് ഏത് രാജ്യക്കാരനാണ്? ഏതാണ്? റഷ്യ. ആവർത്തന പട്ടികയിൽ ഇല്ലാത്ത ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ജെയും ക്യൂവും. ഓക്കെ, ജെയും ക്യൂവും. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങും കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുവാണ്. ഓക്കെ, ആവർത്തന പട്ടികയിൽ ഇല്ലാത്ത ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ജെയും ക്യൂവും. ഏത് ശാസ്ത്രജ്ഞന്റെ സ്മരണയ്ക്കാണ് ആവർത്തന പട്ടികയിലെ 100ാമത്തെ മൂലകത്തിന് പേരിട്ടിരിക്കുന്നത്? എൻറിക്കോ ഫെർമി. മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ ഏത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്? അറ്റോമിക മാസ് ആണ്. മെൻഡലീഫ് മാസ് ആയിരുന്നു ഓർത്താൽ മതി. മെൻഡലീഫ് മാസ് ആയിരുന്നു. ഡൊബറൈനർ എന്ന ശാസ്ത്രജ്ഞൻ സമാന ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന 3 മൂലകങ്ങൾ ഉൾപ്പെടുന്ന ചെറു ഗ്രൂപ്പുകൾ നിർമ്മിച്ചു. ഇവ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ത്രികങ്ങളെന്നാണ്. ത്രികങ്ങൾ. ഫെറിക് തയോസയനേറ്റിന്റെ നിറം ചുമപ്പ്. ഫെറിക് തയോസയനേറ്റിന്റെ നിറം എന്താണ്? ചുമപ്പ്. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. ആൽക്കലി ലോഹങ്ങൾ 1ാമതും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ 2ാമത്തെ ഗ്രൂപ്പിലും. ഏറ്റവും ഭാരം കൂടിയ ലോഹ മൂലകം ഏതാണ്? ഓസ്മിയമാണ്. ഏറ്റവും ഭാരം കൂടിയ ലോഹ മൂലകം ഓസ്മിയം. അടുത്തത് പ്രക്രിയകളാണ്. ഓക്കെ, ഇത് അവരൊരു കോളത്തിൽ തന്നിട്ടുള്ള കാര്യങ്ങളാണ്, ഇതൊന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, സൾഫൈഡ് അയിരുകളെ സാന്ദ്രണം ചെയ്യുന്ന പ്രക്രിയ പ്ലവന പ്രക്രിയ. സൾഫൈഡ് അയിരുകളെ സാന്ദ്രണം ചെയ്യുന്ന പ്രക്രിയയാണ് പ്ലവന പ്രക്രിയ. ഫ്രാഷ് പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്നത് സൾഫർ. ഫ്രാഷ് പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്നത് സൾഫർ. സ്വർണം, വെള്ളി എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ സയനൈഡ് പ്രക്രിയ. സ്വർണം, വെള്ളി, സയനൈഡ് പ്രക്രിയ. അമോണിയ നിർമ്മിക്കുന്നത് ഹേബർ പ്രക്രിയ. ഘനജലം D2O ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ ഏതാണ്? ഗ്രിഡ്ലർ സൾഫൈഡ് പ്രക്രിയ. നീറ്റുകക്കയിൽ ജലം ചേർക്കുന്ന പ്രക്രിയ സ്ലേക്കിംഗ്. ഏതാണ്? സ്ലേക്കിംഗ്. സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്ന് വേർതിരിക്കുന്ന പ്രക്രിയ സാൾട്ടിംഗ് ഔട്ട്. വായുവിന്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിന്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ. വായുവിന്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിന്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ. ഓക്കെ, നെക്സ്റ്റ്. 1911 ആറ്റത്തിന്റെ ഗ്രഹമാതൃക നിർദ്ദേശിച്ചത് റുദർഫോർഡ് ആണ്. 1913 ആറ്റത്തിന്റെ പ്ലാനറ്ററി മോഡൽ നിർദ്ദേശിച്ചത് നീൽസ് ബോർ ആണ്. ആറ്റത്തിന്റെ ബില്ലിയാർഡ് ബോൾ മോഡൽ നിർദ്ദേശിച്ചത് ആരാണ്? അവതരിപ്പിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റത്തിന്റെ ഇലക്ട്രോൺ ക്ലൗഡ് മാതൃക ക്വാണ്ടം മെക്കാനിക്സ് അവതരിപ്പിച്ചത് ആരാണ്? എർവിൻ ഷ്രോഡിംഗർ ആണ്.
ഏത് ശാസ്ത്രജ്ഞനാണ് ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക? ആരാണ്? ജെ തോംസൺ ആണ്. ഓക്കെ, നെക്സ്റ്റ്. ഒന്നാം ഗ്രൂപ്പിലെ ലോഹമൂലകങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൽക്കലി ലോഹങ്ങൾ. ആൽക്കലി ലോഹങ്ങൾ. രണ്ടാം ഗ്രൂപ്പ് ഏതാണ്? ആൽക്കലി എർത്ത് ലോഹങ്ങൾ. ആധുനിക ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി പറയുന്ന പേരെന്താണ്? പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നാണ്. പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നാണ് എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പറയുന്നത് പൊതുവെ. 15 ലാന്തനോയിഡുകളും സ്കാൻഡിയം, യട്രിയം എന്നിവയും കൂടിച്ചേർന്ന് അറിയപ്പെടുന്ന പേര്? റെയർ എർട്സ്. ആറാം പീരീഡിൽ ഉൾപ്പെടുന്നതും ലന്താനം മുതൽ ലുട്ടേഷ്യം വരെയുള്ളതുമായ അന്തഃസംക്രമണ മൂലകങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ലാന്തനോയിഡുകൾ. ആറാം പീരീഡിൽ ഉൾപ്പെടുന്നതും ലന്താനം മുതൽ ലുട്ടേഷ്യം വരെയുള്ളതുമായ അന്തഃസംക്രമണ മൂലകങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ലാന്തനോയിഡുകൾ. ആവർത്തന പട്ടികയിലെ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഏത് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത്? ഡി ബ്ലോക്കാണ്. അവരാരാണ്? സംക്രമണ മൂലകങ്ങളാണ് അല്ലേ? ഓക്കെ. എഫ് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളുടെ സീരീസുകൾ ലാന്തനൈഡുകളും ആക്ടിനൈഡുകളും. എഫ് ബ്ലോക്കിൽ SPDF, എഫ് ആണ് ലാസ്റ്റ് നമ്മൾ പറയുന്നത് അല്ലേ? എഫ് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളുടെ സീരീസുകൾ ഏതൊക്കെയാണ്? ലാന്തനൈഡുകളും ആക്ടിനൈഡുകളും. അണുസംഖ്യ 57 മുതൽ എത്രയാണ്? 71 വരെയുള്ള 15 മൂലകങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ലാന്തനൈഡുകൾ. ഓക്കെ. അണുസംഖ്യ 57 മുതൽ 71 വരെയുള്ള 15 മൂലകങ്ങൾ അറിയപ്പെടുന്ന പേര് ലാന്തനൈഡുകൾ. അണുസംഖ്യ 89 മുതൽ 103 വരെയുള്ള 15 മൂലകങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ആക്ടിനൈഡുകൾ. ഓക്കെ. ഫൈബർ ഒപ്റ്റിക് സാങ്കേതികവിദ്യ, സോളാർ പാനലുകൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന റെയർ എർത്ത് യറ്റർബിയം. അയിരിൽ നിന്ന് ലോഹം വേർതിരിച്ചെടുക്കുന്ന മുഴുവൻ പ്രക്രിയകളും ചേർന്ന പ്രവർത്തനം അറിയപ്പെടുന്ന പേര്? ലോഹനിഷ്കർഷണം മെറ്റലർജി. അയിരിൽ നിന്ന് ലോഹം വേർതിരിച്ചെടുക്കുന്ന മുഴുവൻ പ്രക്രിയകളും ചേർന്ന് പറയുന്ന പേരാണ്? ലോഹനിഷ്കർഷണം മെറ്റലർജി. കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് തട്ടുമ്പോൾ ലോഹങ്ങളുടെ പ്രതലത്തിൽ നിന്ന് ശബ്ദം പുറപ്പെടുവിക്കുന്ന സവിശേഷത ഏത് പേരിൽ അറിയപ്പെടുന്നു? സൊനാരിറ്റി. ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ കഴിയുന്ന സവിശേഷത ഏതാണ്? ഡക്റ്റിലിറ്റി ആണ്. വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കാൻ, വലിച്ചു നീട്ടിയിട്ട് എന്ത് ചെയ്യാൻ? കനം കുറഞ്ഞ കമ്പികളാക്കാൻ കഴിയുന്നത് എന്ത് സവിശേഷതയാണ്? ഡക്റ്റിലിറ്റി. ഓക്കെ. ലോഹങ്ങളുടെ പുതുതായി മുറിച്ചെടുത്ത പ്രതലം തിളക്കമുള്ളതായിരിക്കും. ഈ സവിശേഷത ഏത് പേരിൽ അറിയപ്പെടുന്നു? ലോഹദ്യുതി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ പാളികളാക്കി മാറ്റാൻ, പാളികളാക്കാൻ പറ്റുന്നത് ഏതാണ്? മാലിയബിലിറ്റിയാണ്. മാലിയബിലിറ്റി. ഡക്റ്റിലിറ്റി എന്താണ്? ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കനം കുറഞ്ഞ കമ്പികളാക്കാൻ പറ്റുന്നത്. ഓക്കെ. ഇരുമ്പ് വളയിൽ വെള്ളി പൂശാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് വൈദ്യുത ലേപനം. നമ്മളിത് എക്സ്പെരിമെൻ്റ് ഒക്കെ പഠിക്കുന്നുണ്ടല്ലേ? എന്താണ്? ഇരുമ്പ് വളയിൽ വെള്ളി പൂശാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് വൈദ്യുത ലേപനം. ഫ്യൂസ് വയർ ഏതെല്ലാം ലോഹങ്ങളുടെ സങ്കലനമാണ്? ടിന്നും ലെഡും. ഫ്യൂസ് വയർ ഏതെല്ലാം ലോഹങ്ങളുടെ സങ്കലനമാണ്? ടിന്നും ലെഡും. ഗൺമെറ്റൽ എന്ന ലോഹ സങ്കരത്തിലെ ഘടകങ്ങൾ? ചെമ്പ്, വെളുത്തീയം, നാഗം. ഗൺമെറ്റൽ എന്ന ലോഹ സങ്കരത്തിലെ ഘടകങ്ങൾ ചെമ്പ്, വെളുത്തീയം, നാഗം. ഓക്കെ. അസ്ഥിയിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യമാണ്. ഏതാണ്? കാൽസ്യമാണ്. മൂലകങ്ങളെ ലോഹങ്ങളും അലോഹങ്ങളുമായി ആദ്യമായി തരംതിരിച്ചത് ലാവോസിയെ. മൂലകങ്ങളെ ലോഹങ്ങളും അലോഹങ്ങളുമായി തരംതിരിച്ചത് ആരാണ്? ലാവോസിയാണ്. ആഴ്സനിക്, ബോറോൺ തുടങ്ങിയ മൂലകങ്ങൾ ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം പ്രകടിപ്പിക്കുന്നതിനാൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉപലോഹം.
ഓക്കെ. ഏത് ലോഹത്തിന്റെ പേരിന്റെ അർത്ഥമാണ് ഞാൻ പ്രകാശം വഹിക്കുന്നു? ഞാൻ പ്രകാശം വഹിക്കുന്നു. ഫോസ്ഫറസ്. ഏത് ഉപലോഹത്തിനാണ് ഏറ്റവും കുറഞ്ഞ അറ്റോമിക് റേഡിയസ് ഉള്ളത്? ബോറോൺ. ഏത് ഉപലോഹത്തിനാണ് ഏറ്റവും കുറഞ്ഞ അറ്റോമിക് റേഡിയസ് ഉള്ളത്? ബോറോൺ. ഏത് ലോഹത്തിനാണ് ഏറ്റവും കുറഞ്ഞ അറ്റോമിക് റേഡിയസ് ഉള്ളത്? ബെറീലിയം. ഓക്കെ. ഏത് ലോഹത്തിനാണ് ലോഹത്തിന് ആണ് ഏറ്റവും കുറഞ്ഞ അറ്റോമിക് റേഡിയസ് ഉള്ളത്? ബെറീലിയം. ഏത് ഉപലോഹത്തിനാണ് ഏറ്റവും കുറഞ്ഞ റേഡിയസ് ഉള്ളത്? ബോറോൺ. വൃക്കാരോഗങ്ങൾക്ക് കാരണമാകുന്ന ലോഹം കാഡ്മിയമാണ്. വൃക്കാരോഗങ്ങൾക്ക് കാരണമാകുന്ന ലോഹം ഏതാണ്? കാഡ്മിയമാണ്. ടൈപ്പ് മെറ്റൽ എന്ന ലോഹസങ്കരത്തിലെ ഘടകങ്ങൾ ആന്റിമണി, കറുത്തീയം, വെളുത്തീയം. ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്നത് ഉപലോഹങ്ങളാണ്. തോക്കിന്റെ ബാരലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഗൺമെറ്റലാണ്. തോക്കിന്റെ ബാരലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഗൺമെറ്റലാണ്. സ്പ്രിംഗ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ക്രോം സ്റ്റീൽ. സ്പ്രിംഗ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ക്രോം സ്റ്റീൽ. പാറ തുരക്കാൻ ഉപയോഗിക്കുന്ന ഡ്രില്ലിംഗ് ബിറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? മാംഗനീസ് സ്റ്റീൽ. 1789 ലാവോസിയ ലോഹങ്ങളും അലോഹങ്ങളുമായി വർഗീകരിച്ച മൂലകങ്ങളുടെ എണ്ണം 30. മൃദുലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് സോഡിയം പൊട്ടാസ്യം. അലോഹങ്ങളിൽ വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം ഗ്രാഫൈറ്റ് ആണ്. അലോഹങ്ങളിൽ വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം ഗ്രാഫൈറ്റ് ആണ്. ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഓസ്മിയമാണ്. ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഏതാണ്? ഓസ്മിയം. വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ഒരു ലോഹത്തിൽ മറ്റൊരു ലോഹം പൂശുന്ന പ്രക്രിയയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ഒരു ലോഹത്തിൽ മറ്റൊരു ലോഹം പൂശുന്ന പ്രക്രിയ ഇലക്ട്രോപ്ലേറ്റിംഗ്. വൈദ്യുത ബൾബിന്റെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ടങ്സ്റ്റൺ ആണ്. ഇമ്പോർട്ടന്റ് ആണ്. വൈദ്യുത ബൾബിന്റെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ടങ്സ്റ്റൺ ആണ്. ലോഹത്തിന്റെയും അലോഹത്തിന്റെയും സ്വഭാവം പ്രകടിപ്പിക്കുന്ന കാർബണിന്റെ രൂപാന്തരം ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. ലോഹത്തിന്റെയും അലോഹത്തിന്റെയും സ്വഭാവം പ്രകടിപ്പിക്കുന്ന കാർബണിന്റെ രൂപാന്തരം ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. മണ്ണെണ്ണയിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന ലോഹങ്ങൾ ഏതാണ്? സോഡിയം പൊട്ടാസ്യം. ഓക്കെ. ഉൽപാദന സമയത്ത് ബാഷ്പമായി വേർതിരിയുന്ന ലോഹം സിങ്ക് ആണ്. ഏറ്റവും കൂടുതൽ നാശന പ്രതിരോധശേഷിയുള്ള ലോഹം ഇറിഡിയം. ഏറ്റവും കൂടുതൽ അടിച്ചു പരത്താൻ കഴിയുന്ന ലോഹം സ്വർണ്ണമാണ്. ഓക്കെ.